എത്ര കുടിച്ചാലും മതി വരാത്ത എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിന് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിന്. അതൊരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കഴുകിയെടുത്ത ഗോതമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ബാക്കി വിസിൽ വരാൻ. എന്നാലാണ് നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 400 ഗ്രാമോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേവാനായിട്ട് വെച്ച നുറുക്ക് ഗോതമ്പ് വെന്തിട്ടുണ്ടോ നോക്കാം. 4 വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടേനു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വേവണം കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ 1-2 വിസിൽ വരുന്നത് വരെ വീണ്ടും വേവിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. ചെറുതായിട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മെൽറ്റാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവൂ. വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടൂല. അതുകൊണ്ട് നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. നല്ലതുപോലെ ശർക്കരയെല്ലാം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ തേങ്ങൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്ററോളം 2-ാം പാലുണ്ട്. അത് ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോഴാണ് നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കുറുകി പോണ്ട, കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു പായസം റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് പായസത്തിന് അതിനനുസരിച്ചിട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പോളം നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളധികം തിളപ്പിക്കുന്നില്ല. ചെറുതായിട്ട് തിള വരുമ്പോൾ അടുപ്പ് ഓഫാക്കും. അപ്പോൾ തേങ്ങാപ്പാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയെല്ലാം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഗീയിലൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഗീയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മുന്തിരി ഇടുന്നില്ല, വെറും അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പായസം ഇപ്പം നല്ല ചൂടാണ്. ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നിക്കിൽ ചെറു ചൂടോടെ അല്ലെങ്കിൽ ചൂടെല്ലാം പോയതിന് ശേഷം കുടിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറു ചൂടോടെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ചൂടെല്ലാം ഒന്ന് പോയതിന് ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.